بسم الله الرحمن الرحيم أم يقولون افتراه قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയെ ധന്യമാക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചതമ്പുരാന്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോഴിക്കോടുള്ള നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുന്ന ഇസ്ലാമും വിമർശകരും എന്ന തുറന്ന സംവാദം ഇവിടെ ആരംഭിക്കുകയാണ്. നാം ജീവിക്കുന്ന ലോകവും കാലഘട്ടവും മതങ്ങളെയും മതസംബന്ധമായ ചടങ്ങുകളെയും വെറുപ്പോടുകൂടെയോ നീരസത്തോടുകൂടെയോ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ആശങ്കിക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു പ്രോഗ്രാം നാം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം തുറന്ന് സന്തോഷകരമായ ഒരു കാലഘട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു നല്ല നാളെ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്ന ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തം എന്ന പ്രത്യേകത കൂടി നമ്മുടെ ഈ സംഗമത്തിനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. രാജ്യം നേരിടുന്ന, രാജ്യത്തുയർന്നു നിൽക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച്, ഒരു രാജ്യമെന്ന നിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും രാജ്യത്തെ മതങ്ങൾ പ്രതിക്കൂട്ടിലായി മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. കാവിമൂടിയ സന്ധ്യ ചോദിക്കുന്നു, പച്ചപാകിയ ഭൂമി ചോദിക്കുന്നു, ചത്ത മക്കളെ മാറോട് ചേർക്കുന്ന ദുഃഖയാമമ്മയെ കണ്ടുപോ നീ. ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങളെല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കാൻ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട വാക്കുകൾ മതങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയുടെ ആമുഖമായി വളരെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ലോകത്തേറെ വിമർശിക്കപ്പെട്ട
ഏറെ ചോദ്യം ചെയ്യപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്ത ഒരു ദർശനം. ഇസ്ലാമിനെ പോലെയുള്ള ഒരു തത്വശാസ്ത്രം മറ്റൊന്നില്ല എന്ന് പറയുന്നത് ചരിത്രപരമായി 100% ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും സാഹിത്യമേഖലയിൽ ഊന്നി നിന്നുകൊണ്ടുമെല്ലാം വ്യത്യസ്ത രൂപത്തിലുള്ള ദാർശനിക ചിന്തകളും ധാരകളും ലോകത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവയൊന്നും അവയുടെ ചരിത്രത്തിൽ നേരിടാൻ ഇനിയും ഒരുപക്ഷെ സാധ്യതയില്ലാത്ത ശക്തമായ വെല്ലുവിളികളും വിമർശനങ്ങളുമാണ് ഒരു ദർശനം എന്ന നിലക്ക്, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ലോകത്ത് ഇസ്ലാം അതിൻ്റെ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും നേരിട്ടിട്ടുള്ളത്. എന്താണ് ഇത്രമാത്രം ഒരു മതം എന്ന നിലക്ക് വിമർശിക്കപ്പെടാൻ, പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തപ്പെടാൻ, ആക്ഷേപിക്കപ്പെടാൻ, അപഹസിക്കപ്പെടാൻ എന്താണ് അതിൻ്റെ കാരണമെന്ന ആത്മാർത്ഥമായ ഒരു അന്വേഷണം സ്വാഭാവികമായും നടക്കേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ബുദ്ധിജീവികളിൽ ഒരാളായ അമേരിക്കയിലെ പ്രമുഖനായ സാമ്രാജ്യത്വ വിരുദ്ധ ചിന്തകൻ നോം ചോംസ്കി, അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് ഒരു പ്രസംഗത്തിനു വേണ്ടി കിട്ടണമെങ്കിൽ 4-5 വർഷം മുമ്പ് അദ്ദേഹത്തെ ബുക്ക് ചെയ്യണം എന്നതാണ്. അത്രയും തിരക്ക് പിടിച്ച ആ ജീവിതത്തിന്റെ ഉടമ അറേബ്യൻ നാടുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ 4 കൊല്ലത്തിന് ശേഷം അദ്ദേഹം നടത്താനിരിക്കുന്ന പ്രസംഗത്തിന് അദ്ദേഹം നൽകാറുള്ള വിഷയം ദ പ്രസന്റ് ക്രൈസിസ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ്. 4 കൊല്ലത്തിന് ശേഷം അറേബ്യയുടെ മിഡിൽ ഈസ്റ്റിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ അന്നത്തെ മിഡിൽ ഈസ്റ്റിന്റെ സമകാലിക പ്രതിസന്ധി എന്ന വിഷയത്തെക്കുറിച്ച് 4 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിക്കുമെന്ന് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി വിഷയം കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഏത് കാലഘട്ടത്തിലും അറേബ്യയെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസ് ഉണ്ടാവുക എന്നത് അതിൻ്റെ സ്വാഭാവികതയാണ്. സാമ്പത്തികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ പല കാരണങ്ങളെ കൊണ്ട് അറേബ്യ എന്നും ഒരു ക്രൈസിസ് പ്രതീക്ഷിക്കണം, ഒരു പ്രതിസന്ധിയെ പ്രതീക്ഷിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ നിന്ന് നാം വായിച്ചെടുക്കുന്ന ഒരു വലിയ സത്യം, ഇസ്ലാമിക ലോകത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എന്നും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനും അതിനു നേരെ എന്നും കല്ലെറിയാനും കാലാകാലങ്ങളിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ എന്നും ഒരു വിഭാഗം ആളുകൾ രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന സത്യമാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ 2 തരമുണ്ട് എന്ന് നമുക്കറിയാം. ചില ആളുകൾ എന്താണ് എന്ന അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാറുള്ളത്. ഇസ്ലാമികമായ സിദ്ധാന്തങ്ങളെയോ ഇസ്ലാമികമായ വീക്ഷണങ്ങളെയോ വിശ്വാസങ്ങളെയോ ചോദ്യം ചെയ്യുന്ന പലരും അടിസ്ഥാനപരമായി എന്താണ് ആ രംഗത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് വിമർശിക്കുന്നവരാണ്. അറിവില്ലായ്മ കൊണ്ട് വിമർശിക്കുന്ന ആളുകൾ അവർക്കതിൻ്റെ സത്യാവസ്ഥ നാം പഠിപ്പിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അതിൻ്റെ സത്യം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറാണ്. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ബോധപൂർവം ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അതെത്രമാത്രം ശക്തമായി, വ്യക്തമായി, കൃത്യമായി, സ്പഷ്ടമായി നാം അവരുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്താലും അംഗീകരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഇസ്ലാം ലോകത്ത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന ഒരു ദർശനം എന്ന നിലക്ക് എന്നാണോ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മാനവ സമൂഹത്തിന്റെ മണ്ണിലേക്ക് പ്രവാചകന്മാരുടെ ആഗമനമുണ്ടായത് അന്നു മുതൽ ഇസ്ലാം വിമർശിക്കപ്പെടുകയാണ്. എന്നും ഇസ്ലാമിനെ വിമർശിച്ച ആളുകളെ നാം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ചരിത്ര കാലഘട്ടത്തിൽ ഏത് കാലഘട്ടം മുതൽക്കുള്ള ചരിത്രം നമുക്ക് ലഭ്യമാണോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഇന്നുവരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ നമ്മെക്കൊണ്ട് സാധിക്കും എന്നതാണ് സത്യം. അത് ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായി ആനന്ദിക്കാനും ആസ്വദിക്കാനും രസിക്കാനും രമിക്കാനും ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നവരായ ആളുകൾ അവരുടെ ധാരണക്ക്, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിന് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ എതിരായി വരുന്നു എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും
പ്രവാചകന്മാർ കൊണ്ടുവരുന്ന ആശയങ്ങളെയും ദർശനങ്ങളെയും ശക്തമായി വിമർശിക്കുന്ന സമീപനങ്ങളുമായി പലപ്പോഴും ഇസ്ലാമിന്റെ വിമർശകന്മാർ രംഗത്ത് വരാറുള്ളത്. ഒരു വിഭാഗം ആളുകൾ ജീവിതത്തെ പൂർണ്ണമായി ആനന്ദിക്കാനും ആസ്വദിക്കാനും വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് ഇസ്ലാമിന്റെ വിമർശകന്മാരായി രംഗത്ത് വരാറുള്ളതെങ്കിൽ, മറ്റൊരു വിഭാഗം ലോക ചരിത്രത്തിൽ എന്നും മതമുണ്ടായതുപോലെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഗവും ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മതത്തെ ചൂഷണം ചെയ്ത്, മതവിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത്, ആത്മീയതയുടെ ആൾക്കുപ്പായങ്ങൾ അണിഞ്ഞ് രംഗത്ത് വന്ന് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള ദല്ലാളന്മാരായി പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വർഗം ലോകത്ത് മനുഷ്യരുടെ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചരക്ഷിതാവായ ദൈവം തമ്പുരാനെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ബന്ധങ്ങളെ കൃത്യമായി നിർണയിക്കുന്ന, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ദൂരവും അകലവും അടുപ്പവും കൃത്യമായി പഠിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്ക് ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടായാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യമുള്ള, അറിവുള്ള, മനസ്സിലാക്കി വെച്ചിട്ടുള്ള, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദല്ലാളന്മാർ എന്ന് പറയുന്ന വർഗം അവരെന്നും പ്രവാചകന്മാരെയും അവരുടെ വീക്ഷണങ്ങളെയും അവർ കൊണ്ടുവന്ന ദർശനങ്ങളെയും ഇസ്ലാമിനെയും വിമർശിച്ചിരുന്നു എന്നതാണ് സത്യം. ലോകത്ത് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പും ശേഷവും വ്യാപകമായി വിമർശിക്കപ്പെട്ട ഒരു ദർശനം ഇന്നും ലോകത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആധുനികമായ രാഷ്ട്രീയ സംഭവങ്ങളിലൂടെ, സാഹിത്യകൃതികളിലൂടെ, സാംസ്കാരിക പ്രശ്നങ്ങളിലൂടെ എല്ലാം ഏറ്റവും അവസാനമായി ചെന്നെത്തുന്നതും പ്രതിക്കൂട്ടിലായി മാറുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും ഇസ്ലാമും അതിൻ്റെ വിശ്വാസധാരകളും അതിൻ്റെ ചിന്താധാരകളും അതിൻ്റെ പ്രവാചകന്മാരും അതിൻ്റെ പ്രമാണങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന സാഹിത്യകൃതികളായിരുന്നാലും സാംസ്കാരിക നേതാക്കന്മാരുടെ സംസാരങ്ങളായിരുന്നാലും ലോകത്ത് തന്നെ സംഭവിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നാലും അതെല്ലാം അവസാനം ചെന്നെത്തി ചേരുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ പ്രതിക്കൂട്ടിലാക്കി ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. സ്വാഭാവികമായും എന്താണ് ഇതിലടങ്ങിയിട്ടുള്ള സത്യാവസ്ഥ എന്ന് പരിശോധിക്കാനുള്ള, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ നാം പരിശോധിച്ചാൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ വിമർശിച്ചവർ ഒരു ഭാഗത്ത് തങ്ങളുടെ ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനും വേണ്ടി തെരഞ്ഞെടുത്ത ഒരു വിഭാഗവും മതത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗവുമായിരുന്നു, ഒരു പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത് ഈ രണ്ടു വർഗവും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ശക്തമായി ഇസ്ലാമിനെ എതിർക്കുന്നതുമാണ്. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ലോക ചരിത്രത്തിലുണ്ടായ ഗതിമാറ്റങ്ങളുടെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു വഴിത്തിരിവായി അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവിതത്തെ ആസ്വാദനമായി തെരഞ്ഞെടുത്തവർ എന്നതിനെ പ്രതിനിധീകരിക്കുന്ന, ലോകത്തുനിന്ന് പ്രതിനിധീകരിക്കുന്ന മുതലാളിത്തവും മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ദല്ലാളന്മാരായി പ്രത്യക്ഷപ്പെടുന്ന സഭയോ പൗരോഹിത്യമോ അതെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ശക്തമായി ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന, ഒറ്റക്കെട്ടായി ഇസ്ലാമിനെ ആക്രമിക്കുന്ന, ആശയപരമായി ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് ലോകത്ത് സജീവമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പലപ്പോഴും കുരിശ് യുദ്ധങ്ങളെ പോലെയുള്ള ആ കാലഘട്ടം വരെ ആയുധങ്ങളിലൂടെ ഇസ്ലാമിനെ തകർക്കാം എന്നവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, സായുധമായ സംഘടനകളിലൂടെ ഇസ്ലാമിനെ തകർക്കാം എന്നവർ വിചാരിച്ചിരുന്നുവെങ്കിൽ, ശക്തമായ സൈനിക പോരാട്ടങ്ങളിലൂടെ ലോകത്തിന്റെ മണ്ണിൽ നിന്ന് ഇസ്ലാമിനെ എടുത്തു മാറ്റാം എന്നവർ സ്വപ്നം കണ്ടിരുന്നുവെങ്കിൽ അത് അസാധ്യമാണെന്നോ പരാജയപ്പെടുമെന്നോ തോന്നിയപ്പോൾ അവരുടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും ഗതി മാറിയ, രൂപവും ശൈലിയും ഭാവവും മാറ്റിയ ചരിത്രപരമായ ഒരു ഗതിമാറ്റത്തിന്റെ അവസ്ഥ കുരിശ് യുദ്ധത്തോടുകൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ലോകത്തെ ശക്തമായ, വാളിനേക്കാൾ ശക്തമായ, ബോംബിനേക്കാൾ ശക്തമായ, നാളിതുവരെ ലോകത്ത് ശത്രുവിനെ ആക്രമിക്കാൻ കണ്ടെത്തപ്പെട്ടിട്ടുള്ള, നാം വിചാരിച്ചു പോരുന്ന എല്ലാ ആയുധങ്ങളെക്കാളും ശക്തമായ ഒരായുധവുമായി കടന്നു വന്ന് എന്നെപ്പോലും എൻ്റെ ശത്രുവാക്കി മാറ്റുന്ന, നമ്മളെപ്പോലും നമ്മുടെ ശത്രുവാക്കി മാറ്റുന്ന അതിശക്തമായ ഒരായുധവുമായി കടന്നു വന്ന് ഇസ്ലാമിനെ നാനാഭാഗത്തു നിന്നും ആക്രമിക്കുന്ന ഒരു കാഴ്ച ലോകത്തുനിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റം ബോംബ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അത് എവിടെയാണോ വീഴുന്നത് അവിടെയുള്ള സകലതിനെയും നശിപ്പിച്ചു കളയുന്ന ഒരു തീവ്രമായ ആയുധമാണ് എന്ന് നമുക്കതിനെപ്പറ്റി പറയാം.
ബോംബ് എന്താണ് എന്ന് ചോദിച്ചാൽ ജീവനുള്ള വസ്തുക്കളെ നശിപ്പിച്ചു കളയുന്ന മാരകമായ ഒരു ആയുധം എന്ന് നമുക്കതിനെ പരാമർശിക്കാം, അതിനെ നമുക്ക് പരിചയപ്പെടുത്താം. പക്ഷേ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധം മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്ന് അവരുടെ മനസ്സുകളിലുള്ള ബിംബങ്ങളെല്ലാം തച്ചുടച്ച് എന്ത് ബിംബമാണോ അവരുടെ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച് അവരെന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയെ മാറ്റി എന്ത് ചിന്തിക്കണമെന്ന്, എങ്ങനെ ചിരിക്കണമെന്ന്, എങ്ങനെ നടക്കണമെന്ന്, എന്ത് കാണണമെന്ന്, എന്ത് നോക്കണമെന്ന് ലോകത്തുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിനെ കൃത്യമായി നിയന്ത്രിക്കാനും നിർണയിക്കാനും കഴിയുന്ന അതിശക്തമായ ഒരു ആയുധവുമായി കടന്നു വന്ന് ലോകത്ത് ഇസ്ലാമിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാമിക വിമർശകന്മാർ ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മീഡിയ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കിയത്, നമ്മൾ ഇന്നും പരിചയപ്പെടുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിവരങ്ങൾ നമുക്ക് എത്തിച്ചിരുന്ന ഒരു മാധ്യമം എന്ന നിലക്ക് മാത്രമാണ്. ലോകത്തിന്റെ ഏത് മൂലയിൽ എവിടെ എപ്പോൾ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാനും അറിയാനുമുള്ള സംവിധാനം എന്നതിലുപരിയുള്ള ഒരു വീക്ഷണമോ ഒരു കാഴ്ചപ്പാടോ മീഡിയയെ സംബന്ധിച്ച് നാം നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടുത്തിയിട്ടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ മീഡിയ എന്ന് പറയുന്നത് ആത്യന്തികമായി ഏറ്റവും വലിയ ആ മീഡിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായി തന്നെ പഠിക്കുകയും അവലോകനം നടത്തുകയും ചെയ്ത മഹാന്മാരായ ആളുകൾ മീഡിയ സംബന്ധിച്ച് പരാമർശിക്കുന്നത് മീഡിയ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് എന്നാണ്. ആരെയും ആക്രമിക്കാൻ, ആരെയും തകർക്കാൻ, എന്തിനേയും നശിപ്പിക്കാൻ കരുത്തുള്ള ശക്തമായ ഒരായുധമാണ് മീഡിയ എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും ശക്തമായി ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരാശയം വ്യാപിപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിനെ ഭീകരതയായി, തീവ്രവാദമായി ഇസ്ലാം ലോകത്തിന്റെ മുഴുവൻ നാശത്തിന്റെയും തകർച്ചയുടെയും ഹേതുവായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ആരാണിത് പറയുന്നതെന്നോ ആരാണിത് പഠിപ്പിക്കുന്നതെന്നോ എവിടെ നിന്നാണ് ഇത് പ്രസരിപ്പിക്കപ്പെടുന്നതെന്നോ കൃത്യമായി നിർവചിക്കാൻ കഴിയാതെ ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാം നോക്കിയാലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദത്തെ, ഇസ്ലാമുമായി പേരുകൊണ്ടെങ്കിലും ബന്ധമുള്ള ഒരു ഭീകരവാദത്തെ, ഇസ്ലാമുമായി ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തെ, അക്രമത്തെ നോക്കിക്കാണാനേ ലോകത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് സാധിക്കുന്നുള്ളൂ. എവിടേക്ക് നാം കണ്ണയച്ചാലും ലോകത്ത് നടക്കുന്ന ഏത് സംഭവവികാസങ്ങളെ നാം പഠിച്ചാലും പരിശോധിച്ചാലും അവിടെയെല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് മീഡിയ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വീക്ഷണം എന്ന് പറയുന്നത് ലോകത്ത് ആത്യന്തികമായി തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇത്രമാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി ലോകത്തിന്റെ മുഴുവൻ അക്രമത്തിന്റെയും കലാപത്തിന്റെയും ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും മുഴുവൻ തീവ്രവാദങ്ങളുടെയും ഭീകരവാദങ്ങളുടെയും കുത്തക ഇസ്ലാമിൻ്റെതാണ് എന്ന് ചിത്രീകരിക്കാൻ മുതലാളിത്തമോ പൗരോഹിത്യമോ സഭയോ എല്ലാം വ്യാപകമായി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും പരിശോധിച്ചു നോക്കിയാൽ മുതലാളിത്തം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ജീവിതത്തെ പരമാവധി ആസ്വദിക്കണമെന്ന്, സുഖിക്കണമെന്ന്, അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുതലാളിത്തത്തിന്റെ ജീവിതത്തെ ആസ്വദിക്കാനുള്ള നെട്ടോട്ടത്തിന്റെ സുപ്രധാനമായ ഒരു ഘടകമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കച്ചവട ലോകത്ത് പ്രതിബന്ധമായി എന്തു വരുന്നുവോ അതിനെല്ലാം തകർക്കുക എന്നത് മുതലാളിത്ത മനോഭാവത്തിന്റെ ശക്തമായ ഒരു കാഴ്ചപ്പാടാണ്. സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്ത് വളർന്നു വരുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനം ലോകത്ത് മനുഷ്യരുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന മൂല്യബോധങ്ങൾ എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ മാർക്കറ്റിംഗ് വ്യവസ്ഥകളോട് ശക്തമായി എതിരു നിൽക്കുന്ന ചില വീക്ഷണങ്ങളാണ്. ഇസ്ലാം ലോകത്ത് മാനവികമായി സമൂഹത്തിൽ വളർത്തുന്ന നന്മകൾ പരിശോധിച്ചാൽ, ലോകത്ത് മനുഷ്യർക്കിടയിൽ ഇസ്ലാം വളർത്തിക്കൊണ്ടുവരുന്ന വീക്ഷണങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധങ്ങൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും ഒരു മുതലാളിത്ത മാർക്കറ്റിംഗ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ ഉൾക്കൊള്ളുക എന്നത് അസാധ്യമാണ്. മാർക്കറ്റിനെ എന്നും സ്നിഗ്ധമാക്കുന്ന, കച്ചവടത്തിന്റെ ഒഴുക്കിനെ എന്നും സുഗമമാക്കുന്ന 4 കാര്യങ്ങൾ നമുക്ക് ഏത് കാലഘട്ടത്തിലും കച്ചവട രംഗവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന് സ്ത്രീ സൗന്ദര്യമാണ്. സ്ത്രീകളുടെ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുക എന്നത് മാർക്കറ്റിന്റെ വ്യാപകമായ സുഗമമായ ഒഴുക്കുമായി ബന്ധപ്പെട്ട ഒന്നാണ്. രണ്ടാമതായി ലഹരിയാണ്. മൂന്നാമതായി ലോട്ടറിയാണ്. നാലാമതായി പലിശയാണ്. ഈ കാര്യങ്ങളെല്ലാം മാർക്കറ്റുമായി ബന്ധപ്പെട്ട, മാർക്കറ്റിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ശക്തമായി എതിർക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 278-ാമത്തെ വചനത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമായി പഠിപ്പിക്കുന്ന, ഹറാമായി പഠിപ്പിക്കുന്ന പലിശ, ലോകത്തെ മാർക്കറ്റിന്റെ മുതലാളിത്ത വ്യവസ്ഥയുടെ ഏറ്റവും ആത്യന്തികമായ സംവിധാനമായ മാർക്കറ്റിന്റെ ഏറ്റവും ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പലിശ എന്ന് പറയുന്ന സംവിധാനത്തെ ശക്തമായി എതിർക്കുന്ന ഒരു ദർശനമായി ഇസ്ലാമിനെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്വാഭാവികമായും മുതലാളിത്ത വ്യവസ്ഥയും ഇസ്ലാമും തമ്മിൽ പൊരുത്തപ്പെട്ടു പോവുക എന്നത് അസാധ്യമാണ്. സ്ത്രീ സൗന്ദര്യം ഇസ്ലാമിക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, മുതലാളിത്ത വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, വിപണിയുടെ സുഗമമായ നടത്തിപ്പിന്, ഉൽപ്പന്നങ്ങളുടെ വിറ്റഴിക്കലിന് സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. സോപ്പും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പലപ്പോഴും മുട്ടുസൂചി വിൽക്കുന്നവൻ പോലും ഉടുമുണ്ടഴിഞ്ഞ ഒരു പെണ്ണിന്റെ ചിത്രത്തിന്റെ പരസ്യത്തോടുകൂടെ വേണം തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ. അങ്ങനെയേ മാർക്കറ്റിൽ തനിക്ക് സ്ഥാനമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനം, സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെ അന്യ പുരുഷന്മാർക്കിടയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനത്തോട് മാർക്കറ്റിന്റെ ആളുകൾക്ക്, ആധുനിക കച്ചവട രംഗത്ത് നിലയുറപ്പിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുമായി മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് യോജിച്ചു പോവുക എന്നത് അസാധ്യമാണ്. മദ്യമായിരുന്നാലും, ലഹരിയായിരുന്നാലും, അതുപോലെ പലിശയായിരുന്നാലും, ലോട്ടറി ആയിരുന്നാലും ഇതെല്ലാം ശക്തമായി ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഈ മൂല്യങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്ന ഇസ്ലാമും അതിനെതിരായി വരുന്ന, ഒരിക്കലും ആ മൂല്യങ്ങളെ ഒരു നിലക്കും പരിഗണിക്കാത്ത മുതലാളിത്ത വ്യവസ്ഥിതിയും ഒരുമിച്ച് പോവുക എന്നത് അസാധ്യമാണ്. അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ദർശനം ലോകത്ത് വളർന്നു വരാതിരിക്കലും അതിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന് സ്വാഭാവികമായി അതിൻ്റെ ലക്ഷ്യമായി മാറുകയാണ്. മാത്രമല്ല, പെട്രോ ഡോളറിന്റെ കടന്നുവരവോടുകൂടെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, മുതലാളിത്ത ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റിങ്ങിനുള്ള, കച്ചവടത്തിനുള്ള ഏറ്റവും വലിയ കോളനികളായി പലപ്പോഴും ആ രാജ്യങ്ങൾ മാറുകയാണ്. പെട്രോ ഡോളറിന്റെ ആഗമനത്തോടുകൂടെ തങ്ങളുടെ വസ്തുക്കൾ വിൽപ്പന ചെയ്യാനുള്ള, കച്ചവടം നടത്താനുള്ള കേന്ദ്രങ്ങളായി മിഡിൽ ഈസ്റ്റ് മാറുന്നതോടുകൂടെ ഇത്തരം മൂല്യങ്ങളുമായി മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് തങ്ങളുടെ കച്ചവട കണ്ണുകളുമായി ഇറങ്ങിച്ചെല്ലുക എന്നത് അസാധ്യമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ആളുകൾക്ക് ഇസ്ലാമിനോടോ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടോ എതിർപ്പോ വിയോജിപ്പോ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഒരു തലത്തിൽ ജീവിതത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും അതാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും വിചാരിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളായി മാറിപ്പോയതിന്റെ അടിസ്ഥാനപരമായ കാരണം നാം അന്വേഷിക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനമാണ് ഭാവിയുടെ ആശയമായി, ഭാവിയുടെ സന്ദേശമായി, ഇനി വരാനിരിക്കുന്ന ലോകത്തിന്റെ, യൂറോപ്പ് അടക്കമുള്ള ലോകത്തിന്റെ ആദർശമായി, തത്വശാസ്ത്രമായി സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പ്രഗത്ഭരായ ആളുകളും വിലയിരുത്തുന്നത്. ഇനിയൊരു നൂറ്റാണ്ട് ഈജിപ്തിനെ പോലെ, യൂറോപ്പിനെ പോലെയുള്ള, ഇംഗ്ലണ്ടിനെ പോലെയുള്ള പ്രദേശങ്ങൾ ആരെങ്കിലും ഭരിക്കുമെങ്കിൽ, ഒരു മതത്തിന് ആധിപത്യം ഉണ്ടാവുമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൺലി ഇസ്ലാം, ഇസ്ലാമിന് മാത്രമായിരിക്കും അത്തരത്തിലൊരു ആധിപത്യം ലോകത്തുണ്ടാവുക എന്ന് പ്രവചിച്ച ബർണാഷാലെ പോലെയുള്ള ആളുകളുടെ, പ്രഗത്ഭരായ സാഹിത്യകന്മാരുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു മതത്തിന് ലോകത്തിന്റെ ആധിപത്യം ഒരു മതത്തിന്റെ കൈകളിലേക്ക് കടന്നു വരുമെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം സ്വാഭാവികമായും മതത്തിന്റെ, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ ദല്ലാളന്മാരായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വ്യവസ്ഥകളോ മൂല്യങ്ങളോ ലോകത്ത് വ്യാപിക്കുകയും ലോകത്തെ ഇസ്ലാമികമായ സന്ദേശം അതിലേക്ക് ആളുകൾ അടുക്കുകയും ചെയ്യുന്ന, മുസ്ലിങ്ങളായി ആളുകൾ മാറുകയും ചെയ്യുന്ന ഒരു പ്രവണതയെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലയിൽ നിന്നും അതിശക്തമായി ഇസ്ലാം വിമർശിക്കപ്പെടുന്ന, ഇസ്ലാമികമായ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ന്യായമായി ലോകത്തിന്റെ ചിത്രങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ചില സൂചനകളെ സംബന്ധിച്ചാണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കം എന്ന നിലക്ക് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇവിടെ രൂക്ഷമായും വളരെ ഗുരുതരമായും
ആക്ഷേപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദർശനം എന്ന നിലക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയവും അവരുടെ ജീവിതവും എല്ലാം പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ വിമർശനങ്ങളുടെ അകത്തളങ്ങളിലൂടെ കടന്നു വന്ന് എന്താണ് വിമർശകന്മാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെന്നും അതിൻ്റെ അടിസ്ഥാനപരമായ സത്യമെന്താണ് എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ വിമർശനങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു ഘടകം, ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത് ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ലെന്നും ശക്തമായ സൈനിക പടയോട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു മതദർശനം എന്ന നിലക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ വേലിയേറ്റമുണ്ടായതെന്നുമാണ് വിശദീകരിക്കപ്പെടാറുള്ളത്. സ്വാഭാവികമായും നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്ത് പോലും വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നത് ഇസ്ലാം ഒരു ആധിപത്യ ശക്തിയായി കടന്നു വന്ന് രാജ്യത്തുള്ള മനുഷ്യരെ മുഴുവൻ സ്വാധീനിച്ച് അങ്ങനെ ആളുകൾ അധികാര ശക്തികളുടെ സമ്മർദ്ദത്താൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന രീതിയിലാണ് പലപ്പോഴും വിശദീകരിക്കപ്പെടുകയോ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യാറുള്ളത്. ഭാരതത്തിലേക്ക് കടന്നു വന്ന, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന പല മുസ്ലിം ഭരണാധികാരികളുടെയും പേരിൽ നിർബന്ധ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ചരിത്രപരമായ ചില കഥകളും നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാം കടന്നു തന്നത് വാളിൻ്റെ ശബ്ദത്തിലാണ് എന്ന് വ്യാപകമായി ഇസ്ലാം വിമർശിക്കപ്പെടുകയാണ്. വാളിൻ്റെ സീൽക്കാർ ശബ്ദം കേട്ടപ്പോൾ ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് കൂടുകയും യാതൊരു നിർവാഹവുമില്ലാതെ വന്നപ്പോൾ ആ വാൾ ഉയർത്തിയ ആളുകളുടെ ദർശനത്തിലേക്ക് അവർ കടന്നു വരികയും അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ലോകത്തുണ്ടാവുകയും ചെയ്തു എന്ന കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും നിസ്സാരക്കാരായ മനുഷ്യന്മാരായിരുന്നുവെങ്കിൽ നമുക്കതിനെ തള്ളിക്കളയാമായിരുന്നു. ആത്യന്തികമായി രാജ്യമോ സമൂഹമോ വലിയവരാണ് എന്ന് വിചാരിക്കുന്ന, അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഉള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ നാവുകളിൽ നിന്ന് പോലും ഒരു ദർശനം എന്ന നിലക്ക് ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത്, ഒരു ദർശനം എന്ന നിലക്ക് മുസ്ലിങ്ങൾ ലോകത്ത് വ്യാപിച്ചത് പലപ്പോഴും നിർബന്ധിതമായ മതപരിവർത്തനങ്ങളിലൂടെയാണ് എന്ന് സ്ഥാപിക്കാറുണ്ട്. അടിസ്ഥാനപരമായി എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യം നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നിർബന്ധ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യ രാജ്യത്തെ പോലെയുള്ളൊരു രാജ്യത്ത് നിർബന്ധ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഒരിക്കലും ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ നടന്ന കൂട്ട മതപരിവർത്തനങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കക്ഷിയായി ഇസ്ലാം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 10 ആളുകളെയോ 100 ആളുകളെയോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് സായുധമായ ഒരു പോരാട്ടം നടന്നതായി കൃത്യമായ സത്യസന്ധമായ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ ലോകത്തെ ഏതെങ്കിലും ഒരു ചരിത്രകാരനെ കൊണ്ട് സ്ഥാപിക്കുക എന്നത് അസാധ്യമാണ്. നിങ്ങൾക്കറിയാം, അശോക ചക്രവർത്തിക്ക് ശേഷം ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ, ഏറ്റവും ശക്തമായ മതവിഭാഗം എന്ന് പറയുന്നത് ബുദ്ധന്മാരാണ്. ഏറെ ദൂരെയല്ലാത്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ അശോക ചക്രവർത്തിയുടെ കാലശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന പ്രബലമായ മതവിഭാഗം ബുദ്ധന്മാരാണ്. പക്ഷെ ആ ബുദ്ധന്മാർ ഇന്ന് ഒരു നിലക്കും കാണാനും അവരുടെ ചരിത്രമെന്ന് അറിയുന്നതിനോ പഠിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ വേണ്ടി പോലും കാണാനോ കണ്ടുമുട്ടാനോ കഴിയാത്ത അത്രയും ചെറിയ ന്യൂനപക്ഷമായി അവർ മാറ്റപ്പെട്ടതിൻ്റെ കാരണമെന്ത് എന്ന് നമ്മൾ അന്വേഷിച്ചെല്ലുമ്പോൾ വളരെ കൃത്യമായ, വളരെ ശക്തമായ ചില ചരിത്ര വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പ്രൊഫസർ ലക്ഷ്മി നാരായണ നരസുവിനെ പോലെയുള്ള ആളുകൾ എഴുതി വച്ചിട്ടുള്ള ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഔറംഗസീബിൻ്റെ ഇസ്ലാം മത നിർബന്ധ പരിവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ചക്രവർത്തിമാർ മതപരമായ രംഗത്ത് പുലർത്തിയ സങ്കുചിത വീക്ഷണങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നോ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നോ വ്യാപകമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭാരതത്തിലുണ്ടായിരുന്ന, ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമ്മുടെ ചരിത്രങ്ങളിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു പാഠപുസ്തകങ്ങളിലും അത് പഠിപ്പിക്കപ്പെടുന്നില്ല. ഏതോ ചരിത്രകാരന്മാരുടെ തൂലികകൾക്ക് പിന്നിൽ പൊടിപിടിച്ച് കിടക്കുന്ന ചില ചരിത്ര സത്യങ്ങൾ ലക്ഷ്മിനാരായണ നരസുവിനെ പോലെയുള്ള ആളുകൾ പൊടി തട്ടിയെടുത്തപ്പോൾ ലോകം അതറിയുന്നത് അത്ഭുതത്തോടു കൂടെയാണ്. നോക്ക് നിങ്ങൾ, സുധാവൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ കൽപ്പനയുമായി ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് വെച്ച് ഒരു ബുദ്ധഭിക്ഷുവിനെ കണ്ടുമുട്ടിയാലും അവൻ്റെ തലവെട്ടണമെന്ന്
അവന്റെ തലവെട്ടാതെ ആരെങ്കിലും അവനെ രക്ഷപ്പെടുത്തി വിടുന്നുവെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുത്തിയവന്റെ തലവെട്ടണമെന്ന കൽപ്പനയുമായി രാജ്യത്ത് ബുദ്ധ മതത്തിനെതിരെയും ബുദ്ധ ഭിക്ഷുക്കൾക്കെതിരെയും അതിശക്തമായ ഒരു കടന്നാക്രമണം നടക്കുകയും അങ്ങനെയാണ് ശക്തമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ജനവിഭാഗം എന്ന നിലക്ക് ആ സമൂഹം നശിപ്പിക്കപ്പെടുകയും ചെയ്തെന്നത് ലക്ഷ്മി നാരായണ നരസു അദ്ദേഹത്തിന്റെ എസൻസ് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ചരിത്ര താളുകളിൽ ഇവിടെയും ഈ ചരിത്ര സത്യം, ഈ യാഥാർത്ഥ്യം വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ഈ രാജ്യത്ത് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ മതപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് ചില ആളുകൾ എൻസൈക്ലോപീഡിയകളിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. ഫാദർ ബദേൽ ഗ്രിഫിക്സിനെ പോലെയുള്ള ആളുകൾ എൻസൈക്ലോപീഡിയകളിൽ സ്ഥാനം നേടിയിട്ടുള്ളത് പലപ്പോഴും ഇന്ത്യ രാജ്യത്ത് നടന്ന കൂട്ട മതപരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എന്ന രൂപത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് നടന്ന കൂട്ട മതപരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എന്ന അർത്ഥത്തിലാണ്. അതല്ലെങ്കിൽ ആ ഒരു തലം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ എൻസൈക്ലോപീഡിയകളിൽ ഇടം നേടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തനങ്ങൾക്കും നിർബന്ധിച്ച് ഒരാളെ പോലും ഇസ്ലാമിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ലോകത്തൊരു കാലഘട്ടത്തിലും ഇസ്ലാമിക ഭരണാധികാരികളോ മുസ്ലിം പണ്ഡിതന്മാരോ മുസ്ലിം സമൂഹമോ ശ്രമിച്ചതായി ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിന്റെ തത്വമായി, ഏതെങ്കിലും ഒരു മതത്തിന്റെ വീക്ഷണമായി, ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസമായി, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏറ്റവും മൗലികമായ കാഴ്ചപ്പാടായി ഒരിക്കലും നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരരുത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. ഹിന്ദു മതത്തിലെവിടെയും ഒരാളെ നിർബന്ധിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഹിന്ദു മതത്തിന്റെ ദാർശനിക ചിന്തക്കെതിരാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ക്രൈസ്തവ മതത്തിലെവിടെയും ക്രിസ്തു മതത്തിലേക്ക് പ്രലോഭനങ്ങളിലൂടെയോ ഒരാളെ കൊണ്ടുവരരുത്, സ്വയം മാറാത്ത ഒരാളെ നിർബന്ധപൂർവ്വം മതത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് നിയമമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതം, അതിന്റെ അടിസ്ഥാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അതിന്റെ 2-ാമത്തെ അധ്യായമായ സൂറത്ത് ബഖറ, അതിലെ 256-ാമത്തെ സൂക്തം, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖതബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. മതത്തിന്റെ കാര്യത്തിൽ ഒരാളും ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല. പ്രവാചകന്മാരായിരുന്നാലും ഭരണാധികാരികളായിരുന്നാലും പ്രബോധകന്മാരായിരുന്നാലും നിർബന്ധിച്ച് ഒരാളെയും മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആരെയും ചുമതലയേൽപ്പിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമേ ഇല്ല എന്ന് ശക്തമായി വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെ എന്തിനെ പ്രവാചകന്മാർ വന്നത്? അവർ നിർവഹിച്ച ദൗത്യം എന്താണ്? അവർ ഈ ലോകത്ത് അവരുടെ ഉത്തരവാദിത്തമായി എന്താണ് അവർ ചെയ്തത്? ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്ത് വാശിയ 21-22 വചനങ്ങൾ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആളുകൾക്ക് ഉത്ബോധനം നടത്തണം, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സത്യത്തെ, യാഥാർത്ഥ്യത്തെ, ആശയത്തെ, ദർശനത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. ഇന്നമാ അൻത മുദക്കിർ, അതിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് പ്രവാചകരെ താങ്കളിൽ ഏൽപ്പിക്കപ്പെട്ടത്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഏതെങ്കിലും രൂപത്തിൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റുക എന്നത് താങ്കളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ 99-ാമത്തെ സൂക്തം ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹുൻ നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ. മുഹമ്മദ് നബിയെ ലോകത്തൊരാൾ പോലും നിരീശ്വരവാദിയായി ഉണ്ടാകുമായിരുന്നില്ല. ലോകത്തൊരാൾ പോലും നിർമ്മതവാദിയാവുകയില്ല. ലോകത്തൊരാൾ പോലും യുക്തിവാദിയാവുകയില്ല. ലോകത്തൊരാൾ പോലും ഭൗതികവാദിയാവുകയില്ല. ലോകത്തൊരാൾ പോലും ദൈവത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. ലോകത്തൊരാൾ പോലും ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയില്ല. ലോകത്തൊരാൾ പോലും ദൈവത്തിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ആര് വിചാരിച്ചാൽ, വലൗ ശാഅ റബ്ബുക, സർവശക്തനായ നിന്റെ രക്ഷിതാവ് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഒരാളും യഥാർത്ഥ മതത്തിൽ നിന്ന് തെറ്റി വേറെ മതത്തിന്റെ ആളാകുമായിരുന്നില്ല. അത് ആരെങ്കിലും അങ്ങനെ ഭൗതികവാദിയോ നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ യുക്തിവാദിയോ ബഹുദൈവ വിശ്വാസിയോ ദൈവമില്ലെന്ന് പറയുന്നവനോ ദൈവത്തിൽ പങ്കുചേർക്കുന്നവനോ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നവനോ ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസിയാകുന്നതിന് വേണ്ടി താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്
കൂടിയാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട, ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതത്തിൻ്റെയും ദാർശനികമായ ധാരകളിലൂടെ നാം കടന്നു വന്നാൽ, പ്രമാണങ്ങളിലൂടെയോ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയോ നാം കടന്നു വന്നാൽ, ആ മതത്തിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ ബലാത്കാരമായി ഒരാളെ കൊണ്ടുവരുന്നത് പാപമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന, മതവിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന, മതത്തിന് അന്യമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുമോ ഇസ്ലാമിലല്ലാതെ എന്ന് കാണുക അസാധ്യമാണ്. പലപ്പോഴും പടയോട്ടങ്ങളിലൂടെയാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് എന്ന് പറയുന്ന ആളുകൾ ചരിത്ര വസ്തുതകൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ ആളുകളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ളത് ഇന്തോനേഷ്യയിലാണ് എന്ന് നമുക്ക് പറയാം. ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ചരിത്രകാരന്റെ തൂലികയിലൂടെ, ലോകത്തെ ചരിത്രബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാവുകൊണ്ട് ഇന്തോനേഷ്യ പോലെയുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്തേക്ക്, ആ രാജ്യത്തുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്ത് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു സൈന്യവുമായി, പടയുമായി, ആയുധവുമായി ആ രാജ്യത്തേക്ക് കയറിച്ചെന്ന ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയുക എന്നത് അസാധ്യമാണ്. ഇന്തോനേഷ്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഭരണാധികാരികളോ അതല്ലെങ്കിൽ പ്രബോധകന്മാരോ ആയുധങ്ങളുമായി കയറിച്ചെന്ന് അക്രമം നടത്തി ഇസ്ലാം പ്രബോധനം ചെയ്ത ചരിത്രം ആ രാജ്യത്തിനില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത്. മലേഷ്യയിൽ അനേകായിരം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവിടേക്ക് ഏതെങ്കിലും പടയാളികളോ സൈന്യാധിപന്മാരോ സൈന്യനായകന്മാരോ കടന്നു ചെന്നതായി, ആയുധം കൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. ഭാരതത്തിലേക്ക് പടനായകന്മാർ വന്ന് സൈന്യങ്ങൾ കടന്നു വന്ന് ആ സൈന്യങ്ങളിലൂടെ, പടനായകന്മാരിലൂടെ അങ്ങനെയാണ് ഭാരതത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് പറയാറുണ്ട്. അവിടെ പോലും ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ 1000 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സത്യത്തോട് പുച്ഛത്തോടുകൂടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്ന സത്യം നാമെങ്കിലും മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരൻ്റെ കൈകളിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം പോകുന്നതിന് മുമ്പ് ഒരു സഹസ്രാബ്ദക്കാലം, 1000ഓളം കൊല്ലക്കാലം ഇന്ത്യ എന്ന് പറയുന്ന മണ്ണ് പൂർണ്ണമായി ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളാണ്. അന്ന് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ നിയമം മൂലമോ നിർബന്ധിച്ചോ ആയുധം ഉപയോഗിച്ചോ പടവാളുകളെ കൊണ്ടോ ഇന്ത്യ രാജ്യത്തുള്ള അമുസ്ലിങ്ങളായ ആളുകളെ ഇസ്ലാമിലേക്ക് ചേർക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ 1000 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ അതിനാഗ്രഹിച്ച് അതിനവർ പ്രവർത്തനം നടത്തി. അതിനുശേഷവും ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി പോവുക എന്നത് സാമൂഹ്യ ശാസ്ത്രത്തോട്, ചരിത്ര സത്യങ്ങളോട് നാം കാണിക്കുന്ന വിവേചനത്തിൻ്റെ, നാം കാണിക്കുന്ന വിയോജിപ്പിൻ്റെ അടയാളമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ലോകത്ത് ഇസ്ലാമികമായ മുന്നേറ്റമുണ്ടായത് ഏതെങ്കിലും രൂപത്തിലുള്ള പടയോട്ടങ്ങളിലൂടെയാണ് എന്ന് പറയുന്നത് ചരിത്രപരമായ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്നറിയാം, ഇന്ന് രാജ്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഏത് ഭാഗങ്ങളിൽ നടക്കുന്ന എത്ര സൂക്ഷ്മമായ സ്ഥൂലമായ വിവരങ്ങളായിരുന്നാലും അതാത് സമയങ്ങളിൽ നമ്മുടെ കിടപ്പുമുറികളിലേക്കെത്തി കൃത്യമായി നാം വായിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്, വിവരസാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അത്രയും വിപുലമായി സംവിധാനിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രസിദ്ധരായ പ്രഗത്ഭരായ ആളുകളുടെ കിടപ്പറ രഹസ്യങ്ങൾ പോലും പൂർണ്ണമായി ചോർത്തുന്ന പപ്പരാസികളെ കൊണ്ട് സമ്പന്നമായ ഒരു വാർത്താവിനിമയ ലോകത്ത്, ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിർബന്ധിച്ച് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ ആ വാളുകൊണ്ടോ ആയുധം ഉപയോഗിച്ചോ പ്രകോപനത്തിലൂടെയോ ഭരണാധികാരത്തിലൂടെയോ ആധിപത്യത്തിലൂടെയോ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നുണ്ട് എന്ന് പറയുക അസാധ്യമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കുള്ള പരിവർത്തനം നടക്കുന്നത് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനമാണ്. 10 വർഷക്കാലത്തെ ലോകത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് 259% ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെന്നാണ്. തൊട്ട് താഴെ നിൽക്കുന്ന കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്നത് 40% മാത്രമാണ് മതപരിവർത്തനം നടത്താനായി കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഭരണാധികാരി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അയാളുടെ അധികാരം ഉപയോഗിച്ച്, അയാളുടെ ഭരണചക്രം ഉപയോഗിച്ച്, അയാളുടെ ഏതെങ്കിലും സൈന്യത്തെ ഉപയോഗിച്ച് ഒരു മനുഷ്യനെങ്കിലും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് മതം മാറ്റിയതായി പറയുക എന്നത് അസാധ്യമാണെങ്കിൽ എങ്ങനെ ഇത്രയധികം ആളുകൾ ഇസ്ലാമിലേക്ക്, മുസ്ലിങ്ങളായി മതത്തിന്റെ പരിധിയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടുന്ന, പഠനവിധേയമാക്കപ്പെടേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ചരിത്രപരമായി നാം പരിശോധിച്ചാലും പ്രമാണങ്ങളിലൂടെ നാം കടന്നു വന്നാലും ഒരു മതം എന്ന
നിലയ്ക്ക് ഇസ്ലാമിനെ നാം പരിചയപ്പെട്ടാലും ഇസ്ലാം ലോകത്ത് അതിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും നിർബന്ധിച്ച് ഒരാളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന സംഗതി ഉണ്ടായിട്ടേ ഇല്ല. മാത്രമല്ല, ഒരു മതം എന്ന നിലയ്ക്ക് ഇസ്ലാം അത് പാടില്ല എന്ന് കർശനമായി ശക്തമായി ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മതം ഒരാൾ മാറാൻ പാടില്ല എന്ന സങ്കുചിതമായ ഒരു വീക്ഷണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരാൾക്ക് ഏതാണ് സത്യമെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ മതത്തിലേക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നു എന്നതാണ് സത്യം. ആരെങ്കിലും ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിർബന്ധപൂർവം ഒരാളോട് മതം മാറാൻ പാടില്ല എന്ന് പറയുന്നതും തെറ്റാണ് എന്ന വീക്ഷണമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏത് മതമാണ് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ ആ മതത്തിലേക്ക് മാറാനും ആ മതം സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വളർന്ന പൗരബോധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നാം എല്ലായിടത്തും ഉന്നയിക്കാറുള്ളത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തെ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റായി, മൗലിക അവകാശമായി പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒന്ന്, ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻഡേർഡ് ടു ദ ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഏത് മതവും സ്വീകരിക്കാനും ഏത് മതവും പ്രബോധനം ചെയ്യാനും ഏത് മതവും വിശ്വസിക്കാനും രാജ്യത്തെ പൗരന്മാർക്ക് മൗലികമായ അവകാശമുണ്ടാകുമെന്ന് ഏറ്റവും ആധുനികമായ രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തെ പൗരന്മാരുടെ മൗലികമായ അവകാശമായി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ആ വീക്ഷണമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിർബന്ധിച്ച് ഒരാളെ മതം മാറ്റാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രലോഭനങ്ങളിലൂടെ പോലും ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. വിശക്കുന്നവന്റെ മുമ്പിലേക്ക് അപ്പം നീട്ടുമ്പോൾ മതത്തെ അപ്പത്തിന് മുകളിൽ വീഞ്ഞായി പുരട്ടിവെച്ച് അപ്പം കഴിക്കുന്നതിൻ്റെ കൂടെ തൻ്റെ മതം കൂടി കഴിച്ച് ആ മനുഷ്യൻ മതം മാറി തൻ്റെ മതക്കാരനായി മാറട്ടെ എന്ന മൗഢ്യമായ ധാരണ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഷ്ടപ്പെടുന്ന ഒരുവൻ അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ബഹിസ്ഫുരണമായി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരുമ്പോൾ ആ കണ്ണുനീരൊപ്പുന്നതിനു വേണ്ടി എടുക്കുന്ന തൂവാലകളിൽ വിശ്വാസത്തെയോ മതത്തെയോ ധൂളിയാക്കി കുടഞ്ഞു വെച്ച് അത് അവൻ്റെ കണ്ണു തുടക്കുന്നതിൻ്റെ കൂടെ അവനെ അതുകൂടെ മണപ്പിച്ച് മനുഷ്യരെ മതം മാറ്റിക്കളയാം എന്ന ധാരണ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആശയപരമായി ആദർശം എന്താണെങ്കിൽ, പ്രമാണം എന്താണെങ്കിൽ, സത്യം എന്താണെങ്കിൽ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന വീക്ഷണം എന്താണെങ്കിൽ അത് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അത് സത്യമാണ് ണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാനും അസത്യമല്ലെന്ന് തോന്നുന്നുവെങ്കിൽ തള്ളിക്കളയാനും പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടവും ഒരു സമൂഹവും ഒരു ജനതയും ലോകത്തുണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ്, വീക്ഷണമാണ് മതപരിവർത്തനവുമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം, ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മറ്റൊരു രംഗം ഇസ്ലാം കലാപത്തിന്റെ മതമാണെന്നാണ്. ഇസ്ലാം സംഘർഷത്തിന്റെ മതമാണ്. ലോകത്ത് നടക്കുന്ന ഏത് സംഘടനകൾ പരിശോധിച്ചാലും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണ്. ലോകത്ത് നടക്കുന്ന ഏത് സംഘർഷങ്ങൾ നാം പരിശോധിച്ചാലും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണ്. അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സംസാരിച്ച വിഷയവുമായി നാം ചേർത്ത് വെക്കേണ്ടുന്ന അടിസ്ഥാനപരമായ മൗലികമായ ചില യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മീഡിയ, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് മനുഷ്യരുടെ മനസ്സുകളിൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിബിംബങ്ങളെയും തച്ചുടച്ച് തങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിമകളെ കൃത്യമായി സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ് മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, നാളിതുവരെ ഇസ്രായേലിൻ്റെയും പാലസ്തീനിൻ്റെയും ചരിത്രത്തിൽ പാലസ്തീനികളെ നമ്മൾ എന്നും പരിചയപ്പെട്ടത് ഇൻവേർഡേഴ്സ് എന്ന് മാത്രമാണ്. ഇൻവേർഡേഴ്സ് എന്ന പദം കൊണ്ട് പാലസ്തീൻ ഇസ്രായേൽ ചരിത്രത്തിൽ പാലസ്തീനികളെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഇസ്രായേലിൻ്റെ അക്രമത്തെ ഇസ്രായേലികളെയോ ഇൻവേർഡേഴ്സ് എന്ന പദത്തിലൂടെ ലോകത്ത് ഒരു മീഡിയയും പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്നും അതിക്രമകാരികൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീനികൾ മാത്രമായിരുന്നു ലോകമാധ്യമങ്ങളിൽ. ഇസ്രായേലുകാരൻ എറിയുന്ന ബോംബുകളിൽ മാനവികതയുടെ ചുവയും അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി പലസ്തീനികൾ എടുത്തെറിയുന്ന ഉരുളങ്കല്ലുകളിൽ തീവ്രവാദത്തിന്റെ ലക്ഷണവും കണ്ടെത്തുന്നതിൽ ലോകത്ത് മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല എന്ന യാഥാർത്ഥ്യം നിരന്തരമായി ലോകത്തുനിന്ന് വായിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ലോകത്ത് ഏത് വിഷയത്തെക്കുറിച്ച് മീഡിയ നമ്മുടെ മുമ്പിൽ ചിത്രം അവതരിപ്പിക്കുമ്പോഴും അത് നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന്, അതിനെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന മീഡിയകളാണ്. സാധാരണ നമ്മുടെ പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ഒരു താടി ഉണ്ടെങ്കിൽ ആ താടി ശാസ്ത്രജ്ഞനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ആ താടിക്ക് കൊടുക്കാറുള്ള ഒരർത്ഥമുണ്ട്. ആ താടി ആ മനുഷ്യന്റെ ശാസ്ത്ര
ശാസ്ത്രബോധത്തിന്റെ ലക്ഷണമാണ്, ആ മനുഷ്യന്റെ ബുദ്ധിയുടെ ലക്ഷണമാണ്, ആ മനുഷ്യന്റെ അറിവിന്റെ ലക്ഷണമാണ്. പക്ഷേ അയാളെ ഇങ്ങനെ പരിചയപ്പെടുത്തി അവസാനമാണ് ആ മനുഷ്യന്റെ പേര് പറയുന്നതെങ്കിൽ ആ പേര് ഒരു മുസ്ലിം നാമമാണെങ്കിൽ നമുക്ക് അയാളെ കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറി, അയാളുടെ താടിക്ക് നാം കൊടുക്കുന്ന അർത്ഥം മാറി, ഒരു തീവ്രവാദത്തിന്റെ ഒരു ഭീകരവാദത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയോ ചിന്തയോ ആലോചനയോ മാറിപ്പോകുന്നുവെങ്കിൽ അവിടെ ആരാണ് നിശബ്ദമായി അതിനുവേണ്ടി നമ്മെ നിർബന്ധിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മളോട് നാം ചോദിച്ചാൽ മീഡിയ എന്ന് മാത്രമേ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയൂ. ഞാൻ ഒരു ശാസ്ത്രത്തിന്റെ മേമ്പൊടിയോടുകൂടെ, സാഹിത്യത്തിന്റെ ഒരു പിമ്പലത്തോടുകൂടെ, പരിഷത്തിന്റെ ഒരു ബാഗുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ എൻ്റെ താടിക്ക് നിങ്ങൾ യുക്തിയുടെ, ബുദ്ധിയുടെ, ചിന്തയുടെ, വായനയുടെ, അന്വേഷണത്തിന്റെ എല്ലാം ലക്ഷണങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കും. അതേ ഞാൻ ഒരു ഇസ്ലാമിക പ്രബോധകനായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ എൻ്റെ താടി രോമങ്ങൾ ഓരോന്നിനെയും നാട്ടിൽ നടക്കുന്ന ഓരോ കലാപങ്ങളോടും കണ്ണി ചേർക്കുന്നത് അതിനും നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളല്ല, അല്ലെങ്കിൽ നമ്മളല്ല പലപ്പോഴും അത് ചെയ്യാറുള്ളത്, ആ ദൗത്യം നിർവഹിക്കാറുള്ളത് നമുക്കിടയിൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനമാണ്. ആ മീഡിയ ലോകത്ത് ചിത്രീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ലോകത്ത് അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഇസ്ലാം കലാപത്തിന്റെ മതമാണ് എന്നാണ്. ഈ അടുത്ത് ഒരു മലയാള ചാനലിൽ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നടന്ന ഏതോ ഒരു സംഘടനയുടെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്ത വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ മലയാളത്തിലുള്ള ചാനൽ വളരെ സുന്ദരമായി അവർ പശ്ചാത്തല ചിത്രമായി കൊടുത്തത് പാകിസ്ഥാനിലെ ഏതോ പള്ളിയുടെ മിനാരമാണ്. പാകിസ്ഥാനിൽ നടന്ന ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് ന്യൂസ് വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തല ചിത്രമായി പാകിസ്ഥാനിലെ ഏതോ പള്ളിയുടെ മിനാരം പശ്ചാത്തല ചിത്രമായി വരണമെന്ന് ചിന്തിക്കുന്നവന്റെ കുടില ബുദ്ധിയെ കൃത്യമായി വായിച്ചെടുക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. പള്ളി മിനാരങ്ങൾ എന്ന് പറയുന്നത് ബോംബിന്റെ, ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ സംസ്കാരമാണ് എന്ന് പഠിപ്പിക്കാൻ അതിനേക്കാൾ വലിയൊരു സിമ്പൽ ആവശ്യമുണ്ട് എന്ന് നമുക്ക് അഭിപ്രായമില്ലല്ലോ. ആ മീഡിയയാണ് ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് കലാപത്തിന്റെ മതം എന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിന് എതിര് നിന്നിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധമുണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അനേകം യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നു. ഒരുപാട് സംഘടനകൾ ഉണ്ടായി. മുസ്ലിങ്ങൾ ആയുധങ്ങൾ എടുത്തു, സംഘർഷങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങൾ പല ആളുകളെയും കൊന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ സത്യമായ ഒരു രംഗത്തോട് പോലും പുറങ്കാലുകൊണ്ട് ചവിട്ടി എതിര് നിൽക്കണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കലാപത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന പരാമർശം ചരിത്രപരമായി ഇസ്ലാമിന്റെ ദർശനത്തോട് എത്രമാത്രം യോജിച്ചു നിൽക്കും നമ്മളത് പരിശോധിക്കണം. നിങ്ങൾക്കറിയാം, റഷ്യൻ വിപ്ലവം നടന്നു. എത്ര ആളുകളാണ് റഷ്യൻ വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടത്? 1 കോടി ആളുകളോ 2 കോടി ആളുകളോ? എന്താണ് റഷ്യൻ വിപ്ലവം കൊണ്ട് ലോകത്തിനുണ്ടായ നേട്ടം? എന്താണ് റഷ്യൻ വിപ്ലവം കൊണ്ട് ലോകത്തിനുണ്ടായ മെച്ചം? എന്താണ്? ഇന്ന് റഷ്യൻ വിപ്ലവത്തിലൂടെ റഷ്യയിൽ കടന്നു വന്ന ഒരു സാമ്പത്തിക തത്വശാസ്ത്രം അത് നശിച്ചുപോയി എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാനിക്കുന്ന സിമ്പലുകൾ, അവിടെ ആ ദർശനം കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത ആളുകളുടെ പ്രതിമകൾ, ആ പ്രതിമകളെ ചുറ്റികകൾ കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ആ നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ, അങ്ങനെ അടിച്ചു പൊളിച്ച് അവിടെയുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ പ്രതിമയെ തകർത്ത് അതിൽ നിന്ന് കൽച്ചീളുകൾ പെറുക്കിയെടുത്ത് സ്മാരകമായി സൂക്ഷിക്കുന്നതിന് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനോട് ഇന്ത്യയിൽ നിന്ന് ചെന്ന് കണ്ട പത്രക്കാർ അയാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, ഈ കൽച്ചീളുകൾ നിങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ ഈ കൽച്ചീളുകളെ കൊണ്ട് എറിഞ്ഞ് നിങ്ങൾ ആട്ടി ഓടിക്കണം. മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്താണ്, മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നിടത്താണ്, മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്നിടത്താണ് മാർക്സിസവും കമ്മ്യൂണിസവും വളരുക എന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ കൽച്ചീളുകൾ കൊണ്ടുപോയി ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ കല്ലെറിയാനുള്ള ആർജവം ഇന്ത്യയിലെ പത്രക്കാരെ നിങ്ങൾക്കുണ്ടാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചത്. 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന റഷ്യൻ വിപ്ലവത്തിന്റെ പരിസമാപ്തി എന്ന നിലക്ക് ആ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു സാമ്പത്തിക തത്വശാസ്ത്രത്തോടുള്ള വിരോധമാണ്, നീരസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, ലോകത്ത് വിയറ്റ്നാമിലെ കലാപമായിരുന്നാലും, നാഗസാക്കിയിലെ ബോംബ് സ്ഫോടനമായിരുന്നാലും, ഹിരോഷിമയിലെ ബോംബ് സ്ഫോടനമായിരുന്നാലും അവിടെയെല്ലാം ലക്ഷങ്ങളോ കോടിക്കണക്കിന് ആളുകളോ മരണപ്പെട്ടു. ആ കലാപങ്ങളിലൂടെ, ആ സംഘർഷങ്ങളിലൂടെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വരുന്ന മനുഷ്യാത്മാക്കളെ നശിപ്പിക്കുന്നതിലൂടെ ലോകത്തിനുണ്ടായ ഏതെങ്കിലും നയാ പൈസയുടെ ഉപകാരത്തെക്കുറിച്ച് പറയുക എന്നത് അസാധ്യമാണ്. പക്ഷേ ഇസ്ലാം ഒരു ദർശനമെന്ന് നിലയ്ക്ക് ലോകത്ത് കടന്നു വന്ന് ഇന്നും ലോകത്തിന്റെ ഏതൊക്കെയോ മൂലകളിൽ പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന്, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി കോടിക്കണക്കിന് ആളുകൾ ചരിത്രത്തിലുടനീളം അവർ
ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ തങ്ങളുടെ സംസാരത്തിൽ സൂക്ഷിക്കുന്ന സൂക്ഷ്മത അത് 1400 കൊല്ലം മുമ്പ് നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ അനുരണനമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കച്ചവടക്കാരൻ കാണിക്കുന്ന സത്യസന്ധത, ആ സത്യസന്ധത നിലവിലിരിക്കുന്ന ജനാധിപത്യത്തിന്റെയോ സോഷ്യലിസ്റ്റ് ക്രമത്തിന്റെയോ മൂല്യബോധത്തിന്റെ സമ്മാനമായിട്ടല്ല, 1400 കൊല്ലം മുമ്പ് നടന്ന ഒരു വിപ്ലവത്തിന്റെ അനുരണനമായി ഇന്നും ഒരു മുറുക്കാൻ കടയിൽ നടക്കുന്ന 10 രൂപയുടെ ഇടപാടിൽ പോലും സത്യസന്ധത പുലർത്തണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന അത്രയും ദൂരവ്യാപകമായ സൽഫലങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹത്തായ വിപ്ലവമാണ് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം കടന്നു വന്നപ്പോണ്ടായ സംഘടനകളിലൂടെ സംഘർഷങ്ങളിലൂടെ സാധിച്ചെടുത്തെങ്കിൽ ആ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് ഇസ്ലാം യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ ആ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എത്രയാണ്? യുദ്ധത്തിൽ ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ലക്ഷത്തിൽ കുറഞ്ഞ നമ്പർ പറയൽ നമുക്കിന്ന് അസാധ്യമാണ്. 1,00,000-ൽ കുറഞ്ഞ ആളുകളുടെ എണ്ണം ഒരു യുദ്ധത്തിൽ പറയുക എന്നത് അസാധ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, 81ഓളം യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നു. മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടതും അല്ലാത്തതുമായി 80ഓളം സൈനിക നീക്കങ്ങളാണ് നടന്നത്. എത്ര ആളുകളാണ് അതിൽ കൊല്ലപ്പെട്ടത്? നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ കോടിക്കണക്കിന് ആളുകൾ, സങ്കല്പിക്കും ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ 10,000. എല്ലാം തെറ്റാണ്. 1018 ആളുകൾ, 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളുമായി 1018 ആളുകൾ മാത്രമാണ് 81ഓളം വരുന്ന ഇസ്ലാമിക ലോകത്ത് നടന്ന സൈനിക നീക്കങ്ങളുടെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടത്, മരിച്ചു വീണത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. 1018 ആളുകൾ, 6454 ആളുകൾ ബന്ദികളാക്കപ്പെട്ടപ്പോൾ 2 ആളുകൾ മാത്രമാണ് ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് വധിക്കപ്പെട്ടത്. 6454 ആളുകൾ ബന്ദികളാക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് 2 ആളുകൾ മാത്രമാണ് ആ ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും സുന്ദരമായി ലോകത്ത് കടന്നു വന്ന ഒരു ദർശനമാണ് കലാപത്തിന്റെ, സംഘർഷത്തിന്റെ, സംഘട്ടനത്തിന്റെ മതമായി ലോകത്ത് പരിചയപ്പെടുത്തപ്പെടുന്നത്. മലയാളത്തിൽ പോലും എഴുതപ്പെടുന്ന നമ്മളൊക്കെ ഇരുത്തം വന്ന എഴുത്തുകാരാണ് എന്ന നിലയ്ക്ക് വായിക്കുകയും ആരാധനാഭാവത്തോടുകൂടെ കാണുകയും ചെയ്യുന്ന പല എഴുത്തുകാർക്കും അവർ എഴുത്തിന്റെ പല മേഖലകളിലും ഇരുത്തം വന്നവരാണെങ്കിലും ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ പറയുമ്പോൾ ഏതോ രൂപത്തിലുള്ള ഒരു ബുദ്ധിമാന്യത അവർ അനുഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വലിയ യുദ്ധക്കൊതിയനായി, ഏറ്റവും വലിയ ആക്രമകാരിയായി പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൽ പോലും പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ കലാപകാരിയായി, യുദ്ധക്കൊതിയനായി, പ്രതികാര വാഞ്ചയുള്ള ഒരു മനുഷ്യനായി ചിത്രീകരിക്കപ്പെടുകയാണ്. നോക്ക് നിങ്ങൾ, ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനിക നീക്കങ്ങളുടെ സമാപ്തി എന്നോണം ചരിത്രത്തിൽ നാം വായിക്കുന്നത് മക്ക എന്ന് പറയുന്ന ചെറിയ പ്രദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ വരുന്ന ദിവസമാണ്. ആ ദിവസം നിങ്ങൾക്കറിയാം, മക്ക എന്ന് പറയുന്ന രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ വന്നു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വർത്തമാനം വേണമെങ്കിൽ നമുക്ക് പറയാം. മുഹമ്മദ് റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ ചെറുവിരല് ഒന്നുയർത്തി, ആ ചെറുവിരൽ കൊണ്ട് തന്റെ ചുറ്റും നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളോട് ചെറുവിരൽ കൊണ്ട് ഇന്നത് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്നതുമെങ്കിൽ സെക്കൻഡുകളെ കൊണ്ട് മക്കയുടെ മണലാരണ്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നടപ്പിലാകാൻ മാത്രം അനുകൂലമായ പരിതസ്ഥിതിയിൽ മക്ക വിജയിച്ച് കീഴടങ്ങിയ ദിവസം അവിടെ എല്ലാ നിലക്കും പ്രവാചകനെ ഉപദ്രവിച്ചവർ, റസൂലുള്ളാഹിനെ കുടുംബത്തെ ഉപദ്രവിച്ചവർ, സഹാബത്തിനെ ഉപദ്രവിച്ചവർ, ഇസ്ലാമിനെ ഉപദ്രവിച്ചവർ എല്ലാം അവരുടെ കൂട്ടത്തിലുണ്ട്. ആരാണ് അവരെന്ന് നിങ്ങൾക്കറിയുമോ? മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിലായ ശത്രുക്കൾ ആരാണെന്ന് അറിയുമോ? ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹുവിന്റെ അടിവയറ്റിലേക്ക് ചാട്ടുളിയെറിഞ്ഞ് ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അവിടുത്തെ നെഞ്ചു പിളർന്ന് ആ നെഞ്ചിന്റെ അകത്ത് നിന്ന് കരളെടുത്ത് അത് വായിലിട്ട് ചവച്ചു തുപ്പി ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ ഉള്ള തങ്ങളുടെ പ്രതികാരവും ശത്രുതയും എല്ലാം ശക്തമായി പ്രതികരിച്ച ആളുകൾ. മക്ക വിജയത്തിന്റെ ദിവസം റസൂലുള്ളാഹിന്റെ ചെറുവിരലിന്റെ കീഴിലാണ് ആ ജനത നിൽക്കുന്നത്. അവരാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സുമയ്യ ബീവിയെ മലർത്തിക്കിടത്തി അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെ മുഴുവൻ എടുത്തു മാറ്റി സുമയ്യ ബീവിയുടെ ശരീരത്തിന്റെ മർമ്മഭാഗത്തെ ഇരുമ്പിന്റെ കമ്പി അത് ചൂടാക്കി ചുവപ്പിച്ച് ശരീരത്തിന്റെ മർമ്മഭാഗത്തിലൂടെ കുത്തിയിറക്കി സുമയ്യ ബീവിയെ കൊലപ്പെടുത്തിയവർ അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുവിരലിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അവരാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കിടത്തി കനമുള്ള പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റി വെച്ച് കഴുത്തിൽ കയറിട്ട് അങ്ങാടി പിള്ളേരെ കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മണലാരണ്യത്തിലൂടെ വലിച്ചവർ അവരെവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുവിരലിന്റെ ചുവട്ടിൽ അവരാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഹബ്ബാബ് റളിയല്ലാഹു അൻഹു വസ്ത്രമടിച്ച് തീക്കനൽ പരത്തി അതിന്റെ മേൽ മലർത്തിക്കിടത്തി ആ ശരീരത്തിൽ നിന്ന് തൊലിയും മാംസവും ഉരുകിയൊലിച്ചു വരുമ്പോ അതിന്റെ ഗന്ധം സുഗന്ധമാക്കി മാറ്റി അത് ആസ്വദിച്ച് കൈകൊട്ടി ചിരിച്ച ആളുകൾ അവരെവിടെയാണ് ഇപ്പൊ നിൽക്കുന്നതെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിന്റെ ചെറുവിരലിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, മുഹമ്മദ് നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ താണുകേണ് എല്ലാ നിലക്കും അപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാന്യനായ ഒരു സഹോദരൻ, മാന്യനായ സഹോദരന്റെ പുത്രൻ, മാന്യത മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് എഴുതി വെക്കാം. അല്ല, ലോകത്ത് ഏത് ചരിത്രകാരന്മാരുണ്ടോ, ചരിത്ര വിദ്യാർത്ഥികൾ ആരുണ്ടോ, ഇസ്ലാമിനെ പഠിക്കുന്നവർ ആരുണ്ടോ, അവരെല്ലാം എഴുതി വെക്കട്ടെ. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെയും ദിഗ്വിജയുടെയും നാവുകളിൽ നിന്ന് ലോകം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സുന്ദരമായ ഒരു പ്രഖ്യാപനം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഇദ്ഹബൂ, നിങ്ങൾക്ക് പോകാം, അൻതുമുത്തുലക, നിങ്ങളെല്ലാം സ്വതന്ത്രനാണ്, അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, പ്രവാചകനിതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായപ്പോ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് തങ്ങൾ ആക്രമിച്ച, അനുയായികൾ ആക്രമിച്ച, പീഡിപ്പിച്ച, എല്ലാ നിലക്കും ഉപദ്രവിച്ച, തന്റെ മുൻപല്ല് പൊട്ടിപ്പിച്ച, കവിളിൽ മുറിവരുത്തിയ, ഉഹുദിൽ പ്രയാസപ്പെടുത്തിയ, ബദറിൽ പ്രയാസപ്പെടുത്തിയ, നാട് കടത്തിവിട്ട, എല്ലാ നിലക്ക് പീഡിപ്പിച്ച ആളുകൾ അവരുടെ തങ്ങളുടെ അധികാര പരിധിയിൽ കിട്ടിയ ദിവസം നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്, അല്ലാഹുവിന്റെ പ്രവാചകനിതാ നിങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നു, ഇൻദൽ മഖ്ദിറ, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായപ്പോ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകനെയാണ് ചരിത്രത്തിന്റെ ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ചില വർത്തമാനങ്ങളിലൂടെ ഏറ്റവും വലിയ യുദ്ധക്കൊതിയനായി, പ്രതികാരവാഞ്ചയുള്ള മനുഷ്യനായി ചിത്രീകരിക്കുന്നത്. കലാപത്തിന്റെ മതമാണോ ഇസ്ലാം? ചരിത്രം മറുപടി പറയട്ടെ. യുദ്ധത്തിന്റെ മതമാണോ ഇസ്ലാം? ചരിത്രം മറുപടി പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ യുദ്ധക്കൊതിയുള്ള മനുഷ്യനായിരുന്നുവോ? ചരിത്രമാണ് ഉത്തരം പറയേണ്ടത്. യുദ്ധം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകി. വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമുണ്ട്, സൂറത്ത് ഹജ്ജ് 39-ാമത്തെ വചനം. അവിടെ യുദ്ധം ചെയ്യണം എന്ന ആഹ്വാനമല്ല, യുദ്ധവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ സൂക്തം 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 39-ാമത്തെ വചനമാണ്. അവിടെ പദപ്രയോഗം നിങ്ങൾക്കറിയില്ലേ? ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. അവിടെ ആക്രമിക്കപ്പെട്ട വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഞാനിതാ അവരോട് ആഹ്വാനം ചെയ്യുന്നു എന്നല്ല റബ്ബ് പറഞ്ഞത്. നാം ഇതാ അതിനവർക്ക് അനുവാദം നൽകിയിരിക്കുന്നുവെന്നാണ്. നാം ഇതാ അതിനവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു യുദ്ധം ചെയ്യാൻ. കാരണം എന്തെന്നോ? ബിഅന്നഹും ളുലിമു, അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ്, ആക്രമിക്കപ്പെട്ടവരാണ്, എല്ലാ നിലക്കും പ്രയാസപ്പെടുന്നവരാണ്. തങ്ങളുടെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജനിച്ചു വീണ, നാടും പിറന്നു വീണ, വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്ത് അവിടുത്തെ ആളുകൾ കയ്യും നീട്ടി സ്വീകരിച്ചപ്പോ അവിടെ തങ്ങളുടെ ആദർശവുമായി എല്ലാം ഒഴിവാക്കേണ്ടി വന്നാലും തങ്ങളുടെ ആദർശവുമായി ജീവിക്കാം എന്ന് പ്രതീക്ഷിച്ച് മദീനയിലെ മണലാരണ്യത്തിലേക്ക് എത്തിയ ആളുകൾ അവർ അവിടെ ജീവിക്കുമ്പോൾ അവിടെയും ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് ആയുധമെടുത്ത് അവരോട് ഏറ്റുമുട്ടാൻ കടന്നു ചെന്ന ആളുകൾ. ഉദിനലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളുലിമു, അവിടെ മാത്രമാണ് യുദ്ധം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകിയതായി ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യുദ്ധം എങ്ങനെയാകണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വളരെ കൃത്യമായി. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 190-ാമത്തെ വചനം, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. യുദ്ധം ചെയ്യാം, തങ്ങളോട് ഏറ്റുമുട്ടുന്നവരോടാണ് യുദ്ധം ചെയ്യേണ്ടത്. വഖാതിലു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ആയുധമെടുത്ത് പോരാടണം. ആരോടാണ്? വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. ഏതെങ്കിലും ഒരു നാട്ടിൽ നടന്ന ഒരു സംഘർഷത്തിന്റെ പ്രതികാരമായി വേറൊരു രാജ്യത്ത് ഒരു വാഹനത്തിന്റെ മുകളിൽ ബോംബിട്ട് ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നിരപരാധികളെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലണമെന്ന് അല്ല വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. വഖാതിലു, നിങ്ങൾക്ക് ആയുധമെടുത്ത് പോരാടാം. ആരോടാണ് പോരാടേണ്ടത്? അല്ലദീന യുഖാതിലൂനകും, സമാനമായി ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനും പോരാടാനും ആരാണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവരോട് നിങ്ങൾക്ക് പോരാടാം, യുദ്ധം ചെയ്യാം. പക്ഷെ അവിടെ പോലും വലാ തഅതദൂ, അതിര് കവിയാൻ പാടില്ല, അതിര് കവിച്ചിൽ പാടില്ല എന്നത്
എന്നതിനെ റസൂലുള്ള വിശദീകരിച്ചത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി വൃന്ദം നമ്മളെ പഠിപ്പിച്ചത് അതിര് കവിയൽ പാടില്ല. അവരിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെടരുത്, അവരുടെ കുട്ടികൾ ആക്രമിക്കപ്പെടരുത്, അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടരുത്, അവരുടെ സന്യാസി മഠങ്ങളിലുള്ള പുരോഹിതന്മാർ ആക്രമിക്കപ്പെടരുത്, അവരുടെ ഫലവൃക്ഷങ്ങൾ മുറിക്കരുത്, യുദ്ധവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ വലാ തഅതദു, ഒരിക്കലും നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. 2-ാം അധ്യായം 190-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ. യുദ്ധം എന്താകണം, എങ്ങനെയാകണം, ആരോടാകണം, എപ്പോഴാകണം എല്ലാം കൃത്യമായി പഠിപ്പിച്ചു. തങ്ങൾ ആക്രമിക്കുന്നവരോട് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന് ഇസ്ലാം മുസ്ലിങ്ങളോട്, വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടില്ല. ലോകത്ത് നിലനിൽക്കുന്ന ഏത് ദർശനത്തിലാണ്, ഏത് മതത്തിലാണ് യുദ്ധം വിരോധിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. ഗീത പഠിപ്പിക്കുന്നില്ലേ യുദ്ധത്തെക്കുറിച്ച്? ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ ആയുധമെടുക്കേണ്ടതിനെ കുറിച്ച്? സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായി നാം പരിചയപ്പെടുന്നതും പരിചയപ്പെടുത്താറുള്ളതും യേശുവിനെ പറ്റിയാണ്. യേശു വാള് വാങ്ങുന്നതിനും ആയുധം വാങ്ങുന്നതിനും അങ്കി വിറ്റെങ്കിലും വാള് വാങ്ങുന്നതിന് ആഹ്വാനം ചെയ്തത് നാം വായിക്കുന്നില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 36-37 വചനങ്ങൾ. അവർ അവരുടെ പണക്കിഴികൾ എടുക്കട്ടെ, അവരുടെ ഭാണ്ഡവും എടുക്കട്ടെ, അങ്കിയില്ല വാളില്ലാത്തവൻ അങ്കി വിറ്റ് വാള് വാങ്ങട്ടെ. പിലാത്തോസും പടയാളികളും കയറി വന്ന് തന്നെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട ഒരു വേളയിൽ തന്റെ അനുയായികളുടെ കൈകളിൽ ആയുധമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് നാം വായിക്കുന്നതെങ്കിൽ, ആയുധം ഒരുപക്ഷെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി, പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമെങ്കിൽ, ലോകം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമെങ്കിൽ, അങ്ങനെ പ്രതികരിക്കുന്നതിന് വേണ്ടി മാത്രം, അതല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രം ആയുധമെടുക്കുന്നതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് ഇസ്ലാമികമായ പ്രമാണങ്ങളും ചരിത്രവും നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സമയം അവസാനിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് സ്ത്രീകളോട് ഏറ്റവും വിവേചനപരമായി നയവും നിലപാടും സ്വീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പലപ്പോഴും പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. സ്ത്രീകളോട് ഏറ്റവും സ്ത്രീവിരുദ്ധമായ ശക്തമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൻ്റെയോ വിശുദ്ധ ഖുർആനിൻ്റെയോ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളുടെയോ എല്ലാം സ്ത്രീപക്ഷ വായനയുമായി ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ പലരും രംഗത്ത് വന്ന് ഇസ്ലാമാണ് ലോകത്ത് സ്ത്രീകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ നിയമങ്ങൾ അവതരിപ്പിക്കുകയും ജീവിക്കാനുള്ള അവകാശവും, സ്വത്തവകാശവും, അനന്തരാവകാശവും, ഇണയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും ഒരു സ്ത്രീക്ക് ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ഇല്ലാതിരുന്ന അവകാശങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു ദർശനം എന്ന നിലയ്ക്ക് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം, ആ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രം ഏറ്റവും വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. മലയാള പത്രത്തിൽ വന്ന ഒരു വാർത്ത, ഒരു മുസ്ലിം രാജ്യത്ത്, മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ വാർത്ത പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ മലയാള പത്രത്തിൽ വന്നൊരു വാർത്ത. അവിടെയുള്ള സ്ത്രീകൾ, യുവതികളായ ആളുകൾ പാർക്കുകളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ തലകളിലുള്ള ശിരോവസ്ത്രങ്ങൾ തോളിലൂടെയൊക്കെ ഇടാൻ അവർ അനുവദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരല്പം സ്വാതന്ത്ര്യമൊക്കെ ആ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് ഇന്നുണ്ട് എന്ന് മലയാള പത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരി അവരുടെ തലയിലെ തട്ടം തോളിലേക്ക് ഇട്ടാൽ അതിനെ ഒരല്പ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നവൻ അവൻ്റെ അർത്ഥത്തിൽ, അവൻ്റെ വീക്ഷണത്തിൽ, അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ഉദ്ദേശിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്കാണ് മുസ്ലിം സ്ത്രീകളെ പർദ്ദവിരോധികൾ യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നത്. ഓരോ സ്ത്രീയും വസ്ത്രം എന്തിടണമെന്ന്, ഏത് ധരിക്കണമെന്ന് തീരുമാനിക്കാറുള്ളത് ആരാണ്? നാം വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. ഓരോ ഷോപ്പിൽ നിൽക്കുന്ന അവിടുത്തെ സെയിൽസ് ഗേൾസ് മുതൽ സ്റ്റെനോകളായിരുന്നാലും സെക്രട്ടറിമാരായിരുന്നാലും ലോകത്ത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളായിരുന്നാലും അവർ ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാറുള്ളത് അവിടുത്തെ പുരുഷന്മാരാണ്. ആ തീരുമാനത്തിന് ഒറ്റ മാനദണ്ഡമേ അവർ വെക്കാറുള്ളൂ. തങ്ങൾക്ക് ലാഭം കിട്ടണം എന്നൊരു മാനദണ്ഡം മാത്രം. കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ശരീരത്തിൻ്റെ പരമാവധി പ്രദർശിപ്പിക്കണം എന്ന് ചിന്തിച്ച് അവർക്കാവശ്യമായ സെക്രട്ടറിക്കും സ്റ്റെനോക്കും സെയിൽസ് ഗേൾസിനുമെല്ലാം വസ്ത്രം ഉണ്ടാക്കുന്ന ഒരു ലോകമാണ് ഇസ്ലാമികമായ വസ്ത്രസങ്കല്പത്തെ ശക്തമായി വിമർശിക്കുന്നത്. ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത്
പറയുന്നത് പൂർണ്ണമായും സ്ത്രീ ശരീരം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരാൾക്ക് മാത്രമേ ലോകത്ത് അവകാശമുള്ളൂ. ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അത് ആ സ്ത്രീയുടെ ഭർത്താവിന് മാത്രമാണ്. എന്ന് വെച്ചാൽ ആ സൗന്ദര്യ ആസ്വാദനത്തിന്റെ ഭാഗമായി ആ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ജൈവികമായ പ്രയാസങ്ങളിൽ ഒരു താങ്ങും തണലുമായി ആ സ്ത്രീയോടൊപ്പം കാലാകാലം ഉണ്ടാകുമെന്ന് രണ്ടാളുടെ മുമ്പിൽ വെച്ച് രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാവൂ എന്ന സുന്ദരമായ കാഴ്ചപ്പാടാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് വുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു ചർച്ച ഒരുപാട് സുദീർഘമായി വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം ഇസ്ലാമും വിമർശകരും എന്നുള്ള ഒരു വിഷയം ഇത് ഈ ചർച്ചയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ ചർച്ചയുടെ സഫലത എന്ന് പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും എല്ലാ വിമർശനങ്ങളും നിങ്ങൾ അർഹമായ അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ അതേ അർത്ഥത്തിൽ ശക്തമായി തന്നെ ഇസ്ലാമിനെതിരെ ഇവിടെ ഉന്നയിക്കുമ്പോഴും അത് കൃത്യമായി ഒരു വിശകലനത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ മാത്രമേ ഈ ചർച്ച പൂർത്തിയാകുന്നതുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാരിബ് നമസ്കാരത്തിന് മുമ്പ് ഒരല്പസമയം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് സജീവമായ നിങ്ങളുടെ ചർച്ച, നിങ്ങളുടെ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് മാത്രം ഈ വേളയിൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യമായി അറിയാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനും പ്രപഞ്ചരക്ഷിതാവായ സർവശക്തനായ തമ്പുരാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.